ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ കള്ളവോട്ട് ആരോപണത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഔദ്യോഗികമായി പരാതി നൽകി കോൺഗ്രസ്. കർണാടക PCC അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയത്. അതേസമയം ആരോപണം സംബന്ധിച്ച സത്യവാങ്മൂലം സമർപ്പിക്കാനാവശ്യപ്പെട്ട കർണാടക മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ കള്ളവോട്ട് ആരോപണമുന്നയിച്ച് കോൺഗ്രസ് നൽകിയ പരാതിയിൽ തെളിവുകൾ ഹാജരാക്കിയാൽ മാത്രമേ നടപടി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമാക്കി. ബീഹാറിലെ വോട്ടർ പട്ടിക പുനഃപരിശോധിക്കുന്നത് BJP ഇതര വോട്ടർമാരുടെ വോട്ടവകാശം നിഷേധിക്കാനാണെന്ന പ്രതിപക്ഷ ആരോപണത്തിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തിരഞ്ഞെടുപ്പിന് മുൻപു തന്നെ തോൽവിക്ക് കാരണം കണ്ടെത്തുകയാണ് രാഹുൽ ഗാന്ധിയെന്ന് അമിത് ഷാ പരിഹസിച്ചു. ബീഹാറിലെ സീതാമർഹിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിനുള്ള പ്രായപരിധി 16 കുറയ്ക്കുന്നതിനെ എതിർത്തു കേന്ദ്രം. വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ശക്തമായി വാദിച്ച കേന്ദ്രം കേസുകളുടെ സ്വഭാവമനുസരിച്ച് ഇക്കാര്യത്തിൽ കോടതിക്ക് സ്വതന്ത്ര നിലപാടെടുക്കാവുന്നതാണെന്ന് വ്യക്തമാക്കി. ഈ നീക്കം കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നവർക്ക് കൂടുതൽ ഇളവ് നൽകുന്നതാവുമെന്നും കേന്ദ്രം കൂട്ടിച്ചേർത്തു. ഈ മാസം അവസാനം ചൈന സന്ദർശിക്കാനിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്ത് ചൈന. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ ടിയാൻജിൻ സമ്മിറ്റിനായാണ് പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നത്. അതിനിടെ ഇന്ത്യയ്ക്ക് മേൽ അധിക തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റിന്റെ നടപടിയെ എതിർക്കുന്നതായി വ്യക്തമാക്കിയ ചൈന അമേരിക്കയുടെ താരിഫ് അതിക്രമം അനുവദിക്കാനാകില്ല എന്നും വ്യക്തമാക്കി. സമീപകാലത്തുണ്ടായ ആഗോള സംഘർഷങ്ങളിൽ നിന്നും ഓപ്പറേഷൻ സിന്ധൂരന്റെ വിജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചു. ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം തടയുന്നതിനുള്ള വ്യോമ പ്രതിരോധ റഡാർ വാങ്ങുന്നതിനുള്ള റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ പ്രതിരോധ മന്ത്രാലയം പുറപ്പെടുവിച്ചു. ഫൈറ്റർ ജെറ്റ്, ഹെലികോപ്റ്റർ, ചെറു ഡ്രോണുകളിൽ നിന്നുള്ള ശക്തമായ പ്രതിരോധത്തിനാണ് ശ്രമം. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിട്ട അതിക്രമങ്ങളുടെ കണക്കുമായി ഇന്ത്യ. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പാർലമെന്റിൽ കണക്ക് വെളിപ്പെടുത്തി. 2021 ശേഷം ന്യൂനപക്ഷങ്ങൾക്കെതിരായ രൂക്ഷമായ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കുറഞ്ഞത് 334 സംഭവങ്ങൾ ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം 3582 സംഭവങ്ങൾ ബംഗ്ലാദേശിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. അമേരിക്കയിൽ കോവിഡ് വ്യാപിക്കുന്നതായി റിപ്പോർട്ട്. സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ റിപ്പോർട്ട് ഉദ്ധരിച്ച് ദേശീയ, അന്തർദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. രോഗബാധയേറ്റ് ആശുപത്രിയിലെത്തുന്നവരിൽ എല്ലാ പ്രായക്കാരുമുണ്ട്. അമേരിക്കയിൽ ഇപ്പോൾ വേനൽക്കാലമാണ്. ഇതിനിടയിലാണ് രോഗബാധ. ഇന്ത്യക്കെതിരെ 50% തീരുവ ഏർപ്പെടുത്തിയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെല്ലുവിളി നേരിടാൻ ഉറച്ച് ഇന്ത്യയുടെ നീക്കം. അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്. മറ്റേതെങ്കിലും രാജ്യവും അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധവും കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യം ട്രംപിനില്ല. അതുകൊണ്ടുതന്നെ അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ വലിയ വിട്ടുവീഴ്ചയ്ക്ക് ഇന്ത്യ തയ്യാറാകില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അമേരിക്കൻ സന്ദർശനം ഇന്ത്യ റദ്ദാക്കി. US-ൽ നിന്ന് ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങുന്നത് ഇന്ത്യ നിർത്തിവെച്ചെന്ന തരത്തിൽ പുറത്തുവന്ന വാർത്തകൾ തള്ളി പ്രതിരോധ മന്ത്രാലയം. ഇത്തരത്തിൽ വന്ന വാർത്തകൾ തെറ്റായതും കെട്ടിച്ചമച്ചതുമാണെന്ന് പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. US തീരുവ വർധനവ് കോടതികൾ റദ്ദാക്കിയാൽ 1929 പോലെ വീണ്ടും ഒരു വലിയ സാമ്പത്തിക മാന്ദ്യമായിരിക്കും ഉണ്ടാകുക എന്നും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതേസമയം ഇറക്കുമതി തീരുവ വർധനവ് ഓഹരി വിപണിയിൽ റെക്കോർഡ് നേട്ടമുണ്ടാക്കിയെന്നും സർക്കാർ വരുമാനത്തിൽ വൻ വർധനമുണ്ടാക്കിയെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ അവകാശപ്പെട്ടു. അസർബൈജാനും അർമേനിയയും തമ്മിൽ പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷത്തിന് അവസാനം കുറിച്ച് സമാധാന കരാർ ഒപ്പുവെച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ അർമേനിയ പ്രധാനമന്ത്രി നിക്കോൾ പഷിന്യാനും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവും വൈറ്റ് ഹൌസിലാണ് ഒപ്പുവെച്ചത്. കിഴക്കൻ യുക്രൈനിലെ 2 പ്രവിശ്യകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുള്ള സമാധാന കരാർ US പിന്തുണയോടെ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. വരുന്ന ആഴ്ച റഷ്യ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അന്തിമ ധാരണയാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ റിപ്പോർട്ട് വൈറ്റ് ഹൌസ് തള്ളിയിരിക്കുന്നു. ഒഡീഷയിലെ ജലേശ്വറിൽ മലയാളി പുരോഹിതർക്ക് നേരെ നടന്ന ആക്രമണം വർഗീയ വേട്ടയാടലിന്റെ പ്രതിഫലനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
ഭരണകൂടത്തിന്റെ ശിക്ഷാ ഇളവ് മൂലം സാധ്യമായ അത്തരം ഹിന്ദുത്വ ഭീകരതയെ മതേതര ജനാധിപത്യ ശക്തികൾ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കന്യാസ്ത്രീകൾക്കും മലയാളി വൈദികർക്കും മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, കേക്ക് രാഷ്ട്രീയത്തിന്റെ തടവുകാരോട് എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ അക്രമത്തെ അതിശക്തമായി അപലപിക്കുന്നുവെന്നും ഇനിയെങ്കിലും ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിക്കപ്പെട്ട് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിലും അതിനുശേഷം ഒഡീഷയിലും ബീഹാറിലും അടക്കം കന്യാസ്ത്രീകൾക്കും വൈദികർക്ക് നേരെ അതിക്രമമുണ്ടായ സംഭവങ്ങളിലുമടക്കം പ്രതികരിക്കാതിരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരോക്ഷ പരിഹാസവുമായി ഓർത്തഡോക്സ് സഭാ ഭദ്രാസനാധിപൻ യൂഹാനോൻ മാർ മിലിത്തിയോസ് മെത്രാപ്പോലീത്ത, ഞങ്ങൾ തൃശൂരുകാർ തിരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല, പോലീസിൽ അറിയിക്കണമോ എന്ന ആശങ്ക എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഡോക്ടർ ഹാരിസിനെ സംശയനിഴലിൽ നിർത്തിയ കണ്ടെത്തലിൽ വഴിത്തിരിവ്. ബോക്സിലുണ്ടായിരുന്നത് കാണാതായ ഉപകരണത്തിന്റെ ബില്ലല്ലെന്നും നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണം പരിശോധിച്ചതിന്റെ ഡെലിവറി ചെലാനായിരുന്നുവെന്നും കൊച്ചിയിലെ സ്ഥാപന ഉടമ വ്യക്തമാക്കി. കാണാതായ ഉപകരണത്തിന് പകരം പുതിയത് വാങ്ങിയതിന്റെ ബില്ലു അല്ലെന്നും കമ്പനി വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ ബ്രഹ്മോസ് എയറോസ്പേസ് നിർമ്മാണ സ്ഥാപനം നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് കത്തെഴുതി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്തെ ബ്രഹ്മോസ് എയറോസ്പേസിനെ മാതൃകമ്പനിയായ ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് വേർപെടുത്താൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നടപടികൾ ആരംഭിച്ചിരിക്കുന്നുവെന്നുള്ള വിവരം ആശങ്കാജനകമാണെന്ന് കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് ദേശീയപാത 66ന്റെ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകി. പ്രവൃത്തികളിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ദേശീയപാത പ്രവൃത്തികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് ഈ നിർദ്ദേശം നൽകിയത്. ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പിൽ പ്രത്യേക കോർ ടീം രൂപീകരിച്ചതായി മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് അറിയിച്ചു. ശബരിമല തീർത്ഥാടന കാലത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തി വിലയിരുത്തലിനായി ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. ഓരോ ജില്ലകളിലും പ്രവൃത്തി വിലയിരുത്തുന്നതിനുള്ള ചുമതല ഓരോ ചീഫ് എഞ്ചിനീയർമാർക്കായി നൽകി. വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ മന്ത്രി ജി.ആർ. അനിലിന് CPI-യിൽ രൂക്ഷ വിമർശനം. വിലക്കയറ്റകാലത്ത് ഭക്ഷ്യവകുപ്പ് നോക്കുകുത്തിയായെന്നും വില നിയന്ത്രിക്കുന്നതിന് ഇടപെടലുകൾ ഉണ്ടായില്ല എന്നുമാണ് വിമർശനം. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലാണ് മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമുണ്ടായത്. KPCC പുനർസംഘടനയ്ക്കും DCC അധ്യക്ഷന്മാരെ മാറ്റാനും പട്ടിക വെട്ടിച്ചുരുക്കാൻ KPCC നേതൃത്വം തീരുമാനിച്ചു. AICC നിർദ്ദേശപ്രകാരം പട്ടിക വെട്ടിച്ചുരുക്കാൻ വീണ്ടും ചർച്ച നടത്താനാണ് തീരുമാനം. കേരളത്തിൽ പലവട്ടവും ഡൽഹിയിൽ 3 ദിവസവും നടത്തിയ പുനർസംഘടനാ ചർച്ച തീരുമാനമായിരുന്നില്ല. എത്ര DCC അധ്യക്ഷന്മാരെ മാറ്റണമെന്നതിലും ഇനിയും തീർപ്പായിട്ടില്ല. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടവും അപകടങ്ങളും നിത്യസംഭവമായ പശ്ചാത്തലത്തിൽ ബസ്സുകളുടെ സമയക്രമം മാറ്റാൻ നിർദ്ദേശവുമായി കേരള ഹൈക്കോടതി. ബസ്സുകളുടെ സമയങ്ങൾ തമ്മിലുള്ള ഇടവേള വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയും ഇടപെട്ടിരിക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ ബസ്സുകൾ തമ്മിൽ 5 മിനിറ്റിന്റെയും ഗ്രാമപ്രദേശങ്ങളിൽ 10 മിനിറ്റിന്റെയും ഇടവേളയാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. 20 ദിവസത്തിനിടെ മന്ത്രി MB രാജേഷിന്റെ തൃത്താല മണ്ഡലത്തിൽ നായുടെ കടിയേറ്റത് 10-ലധികം പേർക്ക്. തൃത്താല ഞാങ്ങാട്ടിരിയിൽ വയോധികരുൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. ഈ നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് നാട്ടുകാരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. തൃശൂർ പാനിയക്കരയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് തടഞ്ഞ കേരള ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ടോൾ പിരിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് NHAI സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. നേതാക്കൾ ജ്യോത്സ്യന്മാരെ കാണാൻ പോകുന്നുവെന്ന CPM സംസ്ഥാന സമിതിയിൽ വിമർശനമുയർന്നുവെന്ന ആരോപണങ്ങൾ നിഷേധിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, സംസ്ഥാന സമിതിയിൽ ഒരു വിമർശനവും ഉയർന്നിട്ടില്ലെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ വന്നതൊന്നും ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടർ പട്ടികയിലെ ഗുരുതര പിഴവുകൾ ഉടൻ തിരുത്തണമെന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. BJP ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ പരിഹരിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് BJP ജനറൽ സെക്രട്ടറി അറിയിച്ചു.
UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് തൃശൂർ എടവിലങ്ങ് സ്വദേശികളായ 3 പേരിൽ നിന്ന് 6.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. എടവിലങ്ങുകാരിയ പുതിയ റോഡ് ചള്ളിയിൽ വീട്ടിൽ ശ്യാമള എന്നിവരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഇവരുടെ മകൾ സായ എന്നിവർ അറസ്റ്റിലായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്തിന് ഒത്താശ ചെയ്തതിന് കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്തിന് ഒത്താശ ചെയ്തതിനാണ് നടപടി. കസ്റ്റംസ് ഇൻസ്പെക്ടർ KA അനീഷിനെതിരെയാണ് കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറുടെ നടപടി. പേരാമ്പ്രയിലെ വയോധികയുടെ മരണം കൊലപാതകമെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൈപ്പറമ്പിൽ പത്മാവതി 71 വയസ്സാണ് മരണത്തിന് കീഴടങ്ങിയത്. മകനെ ലിനീഷാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം. പത്മാവതിയെ വീട്ടുമുറ്റത്ത് അവശനിലയിൽ കണ്ടെത്തുകയും പിന്നീട് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മകൻ ലിനീഷ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയതായി കണ്ടെത്തിയത്. കൊല്ലം തെക്കുംഭാഗത്ത് 3ാം ക്ലാസ്സുകാരന് രണ്ടാനച്ഛന്റെ ക്രൂരപീഡനം. 8 വയസ്സുള്ള കുട്ടിയെ രണ്ടാനച്ഛൻ അയൺ ബോക്സ് ചൂടാക്കി കാലിൽ പൊള്ളിച്ചു. കുട്ടി വികൃതി കാട്ടിയതിനാണ് പൊള്ളിച്ചതെന്ന് പോലീസ് പറഞ്ഞു. രണ്ടാനച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ യുവാവിന് 8 വർഷം തടവും പിഴയും ശിക്ഷ. കൊടുങ്ങല്ലൂർ അഴിക്കോട് സുനാമി കോളനി സ്വദേശി സിജിലിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2020 ജാനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പിതാവിനെയും രണ്ടാനമ്മയെയും ചെങ്ങന്നൂർ DYSP MK ബിനുകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടിച്ചുകൂടി. ആലപ്പുഴ ആദിക്കാട്ട് കുളങ്ങര, കഞ്ചുകോട്, പൂവണ്ണം തടത്തിൽ അൻസാർ, 2ാം ഭാര്യ ഷെഫീന എന്നിവർ പിടിയിലായി. അൻസാറിനെ പത്തനംതിട്ട ജില്ലയിലെ കടമാൻകുടത്ത് നിന്നും ഷെഫീനയെ കൊല്ലം ജില്ലയിലെ ചക്കുവള്ളിയിൽ നിന്നുമാണ് പിടിച്ചുകൂടിയത്. ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ സ്ത്രീയടക്കം 3 പേരെ പോലീസ് പിടിച്ചുകൂടി. തെലങ്കാനയിലെ കരിംനഗറിലെ സമ്പത്തിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭാര്യ രമാദേവി, കാമുകൻ K രാജയ്യ, ഇയാളുടെ സുഹൃത്ത് ശ്രീനിവാസ് എന്നിവരെയാണ് പോലീസ് പിടിച്ചുകൂടിയത്. യൂട്യൂബിലെ വീഡിയോ മാതൃകയാക്കി വിഷം ചെവിയിലൂടെ ഒഴിച്ചുകൊടുത്താണ് പ്രതികൾ സമ്പത്തിനെ വധിച്ചത്. ബീഹാറിലെ പട്നയിലെ സീതാമർഹിയിലെ പുനൌര ധാമിൽ മാതാ സീതാക്ഷേത്രത്തിന് തറക്കല്ലിട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേന്ദ്ര മുഖ്യമന്ത്രി നിതീഷ് കുമാറും ചേർന്നാണ് 1 ലക്ഷത്തിലധികം ആളുകളുടെയും സന്യാസികളുടെയും സാന്നിധ്യത്തിൽ തറക്കല്ലിട്ടത്. അയൽ രാജ്യമായ നേപ്പാളിലെ ജനക്പൂരിൽ നിന്നുള്ളവരെയും ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിരുന്നു. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത്. 67 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ നടപ്പാതകളും വിശാലമായ പൂന്തോട്ടവും ഉൾപ്പെടുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ 882 കോടി രൂപയിലധികം അനുവദിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഉപഭോക്താക്കൾക്കുള്ള 300 രൂപ സബ്സിഡി തുടരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അംഗീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വിജ്ഞാപനം പ്രകാരം 2025-26 വർഷത്തേക്ക് PMUY ഉപഭോക്താക്കൾക്ക് 14.2 കിലോഗ്രാം സിലിണ്ടറിനാണ് 300 രൂപ സബ്സിഡി നൽകുക. ആഗോള വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള US തീരുമാനത്തിൽ പ്രതികരിച്ച കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ, ഇന്ത്യ ആർക്കു മുന്നിലും മുട്ടുകൊട്ടുകയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് അധിക തീരുവ ഏർപ്പെടുത്തിയ നടപടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുക്രൈനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്തു. യുക്രൈനിലെ പുതിയ വികാസങ്ങൾ പുടിൻ എന്നെ അറിയിച്ചുവെന്ന് മോദി എക്സിൽ കുറിച്ചു. ഈ വർഷം അവസാനം പുടിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നും മോദി എക്സിൽ കുറിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് വീണ്ടും മറുപടിയുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ഇറക്കുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. 3 സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ആദിത്യ ശ്രീവാസ്തവയുടെ പേര് മാസങ്ങൾക്ക് മുന്നേ തിരുത്തിയതാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. തെളിവുകൾ ശരിയെങ്കിൽ പ്രതിജ്ഞാപത്രത്തിൽ ഒപ്പിട്ട് രേഖപരമായി പരാതി നൽകാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചു. കൊലക്കേസിൽ അച്ഛൻ അറസ്റ്റിലായതിനു പിന്നാലെ മകനെ കുളത്തിൽ മരിച്ച നിലയിൽ. കാസർഗോഡ് തർക്കത്തിനിടെ കെട്ടിട ഉടമയെ തള്ളിയിട്ട് കൊന്ന കരാറുകാരൻ അറസ്റ്റിലായതിനു പിന്നാലെ കരാറുകാരന്റെ മകൻ ക്ഷേത്രകുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞങ്ങാട് റോയി ജോസഫ് കൊലക്കേസിലെ പ്രതി നരേന്ദ്രന്റെ മകൻ കാശിനാഥനെയാണ് കാഞ്ഞങ്ങാട് പുല്ലൂരിലെ ക്ഷേത്രകുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. +1 വിദ്യാർത്ഥിയായ കാശിനാഥന്റെ മരണം ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നരേന്ദ്രനെ ഇന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാശിനാഥന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിനു ശേഷം കുടുംബത്തിന് വിട്ടുനൽകും.
കാഞ്ഞങ്ങാട് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് കെട്ടിട ഉടമയായ റോയി ജോസഫ് മരിച്ച കേസിലാണ് നരേന്ദ്രനെ അറസ്റ്റ് ചെയ്തത്. കെട്ടിട നിർമ്മാണ കരാറെടുത്ത നരേന്ദ്രനും കെട്ടിട ഉടമയും തമ്മിൽ വാക്കുതർക്കമുണ്ടായെന്നും ഇതിനിടെ നരേന്ദ്രൻ റോയി ജോസഫിനെ ചവിട്ടിത്തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നുമാണ് പോലീസിന്റെ നിഗമനം. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ റോയി ചികിത്സയ്ക്കിടെയാണ് മരിച്ചത്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ തള്ളിയിട്ടു എന്നാണ് പരാതി. ഹോസ്ദുർഗ് പോലീസാണ് നരേന്ദ്രനെ കസ്റ്റഡിയിലെടുത്തത്. കുട്ടികളുടെ പേരിടലിനും ചോറൂണിനും ഒന്നും തടവുകാർക്ക് പരോൾ നൽകാൻ പറ്റില്ലെന്ന് ഹൈക്കോടതി. കൊച്ചി: പിറന്നാളിനും കുട്ടികളുടെ പേരിടലിനും ചോറൂണിനുമൊക്കെ തടവുകാർക്ക് പരോൾ നൽകാൻ തുടങ്ങിയാൽ ജനങ്ങൾക്ക് നീതിന്യായ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടമാകുമെന്ന് ഹൈക്കോടതി. കൊലപാതക കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് ഭാര്യയുടെ ഗർഭപരിചരണത്തിന് പരോൾ അനുവദിക്കണമെന്ന ഹർജി തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ നിരീക്ഷണം. വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കണ്ണൂർ സ്വദേശിയായ പ്രതിയുടെ 42-കാരിയായ ഭാര്യയാണ് കൃത്രിമ ഗർഭധാരണത്തിലൂടെ 2 മാസം ഗർഭിണിയായത്. ഏറെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതിനാൽ ഭർത്താവിന്റെ പരിചരണം അനിവാര്യമാണെന്ന് കാട്ടി പരോളിനായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഭാര്യയുടെ ഗർഭകാല പരിചരണത്തിനായി തടവുകാരന് പരോളിന് അർഹതയില്ലെന്ന് കോടതി പറഞ്ഞു. അങ്ങനെയുണ്ടായാൽ കുറ്റവാളിയും സാധാരണ പൗരനും തമ്മിൽ അന്തരമില്ലാതാകും. കുറ്റവാളികൾക്ക് സാധാരണ പൗരനെപ്പോലെ ജീവിതം ആസ്വദിക്കാനാകില്ല. ഇരയുടെ കുടുംബം ഈ സമൂഹത്തിലുണ്ടെന്നോർക്കണം. ഇത്തരത്തിൽ പരോൾ അനുവദിച്ചാൽ അവർക്ക് നീതിന്യായ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടമാകുമെന്നും കോടതി പറഞ്ഞു. ഡോക്ടർ ഹാരിസിനെതിരായ അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ഹാരിസിന്റെ മുറിയിൽ അസ്വാഭാവികമായ ഒരു പെട്ടി കണ്ടുവെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഈ വാദം പൊളിഞ്ഞതോടെയാണ് അന്വേഷണം അവസാനിപ്പിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ നീക്കങ്ങളെ ജനം സംശയിച്ചു തുടങ്ങിയ സാഹചര്യമാണ് നിലവിൽ. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താസമ്മേളനം കനത്ത പ്രതിച്ഛായ തകർച്ചയാണ് ആരോഗ്യവകുപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹാരിസിനെതിരെ നടപടിയുണ്ടാകില്ലെന്ന് KGM-CTA-ക്ക് ആരോഗ്യമന്ത്രി ഉറപ്പു നൽകി. മന്ത്രിയുമായി KGM-CTA പ്രതിനിധികൾ ഇന്ന് ചർച്ച നടത്തും. ഉപകരണം കാണാതായതിൽ അന്വേഷണത്തിന് പ്രസക്തിയില്ലെന്നും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സൗകര്യങ്ങളിൽ പഠനം വേണമെന്നുമാണ് സംഘടനയുടെ ആവശ്യം. സർക്കാർ ഏജൻസിയെക്കൊണ്ട് വിദഗ്ധ പഠനം നടത്തണമെന്നും ആവശ്യം സംഘടനയ്ക്കുണ്ട്. അതേസമയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ലീവിലായിരുന്ന ഡോക്ടർ ഹാരിസ് ഇന്ന് തിരികെ ജോലിയിൽ പ്രവേശിക്കും. ഒരാഴ്ചത്തേക്കാണ് ഡോക്ടർ ഹാരിസ് മെഡിക്കൽ അവധിയിൽ പോയിരുന്നത്. കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസിന്റെ അസാന്നിധ്യത്തിൽ ശസ്ത്രക്രിയ ഉപകരണം കാണാത്തതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധന വലിയ വിവാദമായിട്ടുണ്ട്. അതിനുശേഷം ദുരൂഹ സാഹചര്യത്തിൽ ഒരു ബോക്സ് കണ്ടെത്തിയെന്ന് പ്രിൻസിപ്പളും സൂപ്രണ്ടും പറഞ്ഞെങ്കിലും ആ വാദം പൊളിഞ്ഞിരുന്നു. ഇതോടുകൂടി വാർത്താസമ്മേളനം തന്നെ അനാവശ്യമായി പോയെന്ന നിലപാടിലാണ് ഉദ്യോഗസ്ഥർ. ഈ പശ്ചാത്തലത്തിൽ DMEയുടെ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കും. മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ പ്രതിയായ ആശുപത്രി അറ്റൻഡർ AM ശശീന്ദ്രൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിയെന്ന് പ്രിൻസിപ്പൽ KG സജിത് കുമാർ ഉത്തരവിറക്കി. ഫോറൻസിക് വിഭാഗമേ പ്രൊഫസർ ഡോക്ടർ പ്രിയതയുടെ നേതൃത്വത്തിൽ നടത്തിയ വകുപ്പുതല അന്വേഷണത്തിൽ ശശീന്ദ്രനെ കുറ്റക്കാരനായി കണ്ടെത്തിയിരുന്നു. 7-നാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറങ്ങിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇയാൾ സസ്പെൻഷനിലായിരുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇയാൾ അതിജീവിയെ സ്പർശിച്ചിരുന്നുവെന്ന് സമ്മതിക്കുകയും പിന്നീട് തള്ളിക്കളയുകയുമായിരുന്നുവെന്ന് അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. പ്രതിയെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് അതിജീവിതയും ആശുപത്രി ജീവനക്കാരും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. 2023 മാർച്ച് 18-നാണ് തൈറോയ്ഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞ യുവതിയെ ശശീന്ദ്രൻ പീഡിപ്പിച്ചത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജിറ്റൽ വോട്ടർ പട്ടിക വിവരങ്ങൾ പുറത്തുവിട്ടാൽ രാജ്യം മുഴുവൻ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ക്രമക്കേടും കള്ളവോട്ടിലുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജയിച്ചതെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച വോട്ട് അധികാർ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർണാടകയിൽ ഒരു സീറ്റിലെ ക്രമക്കേട് ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു. 25 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് മോദി പ്രധാനമന്ത്രിയായത്. ആ സീറ്റുകളിൽ 35,000-മോ അതിൽ കുറഞ്ഞ ഭൂരിപക്ഷമോ ആയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജിറ്റൽ വോട്ടർ പട്ടികയും വീഡിയോഗ്രാഫി രേഖയും നൽകിയാൽ രാജ്യം എവിടെയൊക്കെ സീറ്റുകൾ മോഷ്ടിക്കപ്പെട്ടുവെന്ന് തെളിയിക്കാനാകും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹകരിച്ചില്ലെങ്കിലും മുഴുവൻ പേപ്പർ രേഖകളും കൈവശമുള്ളതിനാൽ കോൺഗ്രസിന് സ്വയം അന്വേഷിക്കാൻ അറിയാം. 6 മാസം അന്വേഷിച്ചാണ് കർണാടകയിലെ ഒരു നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള സത്യം കണ്ടെത്തിയത്. 20-25 നിയമസഭാ മണ്ഡലങ്ങളിലും ആ ജോലി ചെയ്യും. സത്യം പുറത്തുവരും. കഴിഞ്ഞ ദിവസം താൻ പുറത്തുവിട്ട ബാംഗ്ലൂരു മഹാദേവപുരം നിയമസഭാ മണ്ഡലത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്ന് രാഹുൽ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വ്യാജ വോട്ടർമാരെ ചേർത്ത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണം. വോട്ടവകാശം കവർന്നെടുക്കപ്പെടുന്നതിനാൽ പ്രത്യേകാവകാശങ്ങൾ ഭീഷണിയിലാണെന്നും പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ദൃഢനിശ്ചയത്തോടെ പോരാടണമെന്നും
കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, രൺദീപ് സുർജേവ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയവരും റാലിയിൽ പങ്കെടുത്തു. കർണാടകയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച സത്യവാങ്മൂലത്തിൽ പ്രതിജ്ഞയെടുത്ത് രേഖകൾ സമർപ്പിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം രാഹുൽ തള്ളി. ഞാൻ പാർലമെന്റിൽ ഭരണഘടന പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത ആളാണ്. BJPക്ക് വേണ്ടിയല്ല, ഭരണഘടനയ്ക്കു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഓർക്കണം. പ്രതിപക്ഷത്തെ നേരിടേണ്ട ഒരു ദിവസം വന്നേക്കും. ജനങ്ങളുടെ ചോദ്യങ്ങൾ ഭയച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ സംസ്ഥാനങ്ങളിലെ വെബ്സൈറ്റ് അടച്ചുപൂട്ടിയപ്പോൾ ജനങ്ങൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയാൽ മുഴുവൻ ഘടനയും തകരുമെന്ന് അവർക്കറിയാം. US പോപ്പ് സംഗീതത്തിലെ ഇതിഹാസ താരമായ ജെന്നിഫർ ലോപ്പസിന് പ്രവേശനം നിഷേധിച്ച് തുർക്കിയിലെ ലക്ഷറി സ്റ്റോർ. തുർക്കിയിൽ സന്ദർശനം നടത്തുന്നതിനിടെ ഇസ്തംബൂൾ നഗരത്തിലെ ഇസ്തിനിയ പാർക്ക് മോളിലുള്ള സ്റ്റോറിലാണ് ആഡംബര സാധനങ്ങൾ വാങ്ങാൻ ജെന്നിഫർ എത്തിയത്. എന്നാൽ ആ സമയം സ്റ്റോറിനുള്ളിൽ നല്ല തിരക്കായിരുന്നു. കവാടത്തിന് പുറത്തുനിന്ന സെക്യൂരിറ്റിക്ക് ആളെ മനസ്സിലായതുമില്ല. അതോടെ തൽക്കാലം പ്രവേശിക്കാനാകില്ലെന്നും പറഞ്ഞു. എന്നാൽ കാര്യം സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത ജെന്നിഫർ ചിരിയോടെ മറ്റൊരു സ്റ്റോറിലേക്ക് പോയി. അപ്പോഴാണ് ആദ്യം വന്ന സ്റ്റോറിലെ മറ്റു ചില ജീവനക്കാർക്ക് കാര്യം മനസ്സിലായത്. ക്ഷമാപണത്തോടെ അവർ പിറകെ ചെന്ന് ക്ഷണിച്ചെങ്കിലും ജെന്നിഫർ നിരസിച്ചു. ആകസ്മികമാണെങ്കിലും ഇതുപോലൊരു രംഗം പണ്ട് ജെന്നിഫർ അഭിനയിച്ച പ്രിറ്റി വുമൺ എന്ന 1990-ലെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലുമുണ്ട്. അതിൽ ജെന്നിഫർ അവതരിപ്പിച്ച വിവിയൻ എന്ന കഥാപാത്രത്തിന് കടയിൽ പ്രവേശനം നിഷേധിക്കുന്ന രംഗമുണ്ട്. അസർബൈജാനും അർമേനിയയും തമ്മിൽ പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷത്തിന് അവസാനം കുറിച്ച് സമാധാന കരാർ ഒപ്പുവച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ അർമീനിയ പ്രധാനമന്ത്രി നീക്കോൾ പഷിന്യാനും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവും തമ്മിൽ വൈറ്റ് ഹൌസിലാണ് ഒപ്പുവച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവയ്ക്കാൻ വാഷിംഗ്ടണിലെത്തിയ അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവിനെയും അർമീനിയ പ്രധാനമന്ത്രി നീക്കോൾ പഷിന്യാനെയും അഭിനന്ദിക്കുന്നു. 35 വർഷത്തോളം ഇവർ ശത്രുതയിലായിരുന്നു. ഇപ്പോഴിവർ സുഹൃത്തുക്കളാണ്. ഇനിയും ഒരുപാട് കാലം ഇവർ സുഹൃത്തുക്കളായി മാറും. പരസ്പരം പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും മാനിക്കുക. നയതന്ത്രബന്ധം പുനരാരംഭിക്കാനും വ്യാപാരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം പുനഃസ്ഥാപിക്കാനും അവസരം കൈവന്നിരിക്കുകയാണ്, ട്രംപ് പറഞ്ഞു. ഊർജ്ജ, വാണിജ്യ, നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യാ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളുമായി US കരാറുകൾ ഒപ്പുവച്ചു. പ്രതിരോധ സഹകരണത്തിൽ അസർബൈജാന് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം US പിൻവലിച്ചു. സമാധാന കരാർ ഒപ്പിട്ടതോടെ 3 പതിറ്റത്തിലേറെ പ്രാദേശിക തർക്കങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ഇരു രാജ്യങ്ങൾക്കിടയിൽ ഒരു ഗതാഗത ഇടനാഴിക്ക് തുടക്കമാകും. അതിർത്തി പ്രശ്നത്തിൽ മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായ ഇരു രാജ്യങ്ങളും തമ്മിൽ 35 വർഷമായി രൂക്ഷമായ സംഘർഷത്തിലായിരുന്നു. അസർബൈജാൻ അർമേനിയ സമാധാന കരാർ ട്രംപിന് നേട്ടമായപ്പോൾ തങ്ങളുടെ സ്വാധീന വലയത്തിനുള്ളിലെന്ന് കണക്കാക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ സമാധാനം നടപ്പാക്കാൻ USന് സാധിച്ചത് റഷ്യയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. ബംഗളൂരു ഓൺലൈൻ ഗെയിമിന് അടിമപ്പെട്ട 15 വയസ്സുകാരനെ അമ്മാവൻ കൊലപ്പെടുത്തി. കുംബർഹള്ളിയിലാണ് സംഭവം. അമോഖിനെ കൊലപ്പെടുത്തിയ അമ്മാവനായ നാഗപ്രസാദ് 42 അറസ്റ്റിൽ. അമോഖ് ഓൺലൈൻ ഗെയിമിന് അടിമയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. പണത്തിനുവേണ്ടി അമോഖ് നാഗപ്രസാദിനെ നിരന്തരം ശല്യം ചെയ്തിരുന്നു. കിട്ടിയ പണമെല്ലാം അമോഖ് ഓൺലൈൻ ഗെയിമിൽ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഇത് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഓഗസ്റ്റ് 4-ാം തീയതി പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് ഉറങ്ങിക്കിടന്ന അമോഹിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം നാഗപ്രസാദ് സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആത്മഹത്യ ചെയ്യാൻ പ്രതി തീരുമാനിച്ചിരുന്നെങ്കിലും 3 ദിവസത്തിനു ശേഷം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. തെലങ്കാനയിലെ കരിംനഗറിൽ കാമുകന്റെയും അയാളുടെ സുഹൃത്തിന്റെയും സഹായത്തോടെ ഭർത്താവിനെ കൊലപ്പെടുത്തി ഭാര്യ. 45-കാരനായ സമ്പത്താണ് മരിച്ചത്. യൂട്യൂബ് വീഡിയോകൾ കണ്ടാണ് ഭാര്യ രമാദേവി കൊലപാതക രീതി പഠിച്ചത്. സംഭവത്തിൽ യുവതിയെയും കാമുകനെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കരിംനഗറിലെ ഒരു ലൈബ്രറിയിലെ ജീവനക്കാരനാണ് സമ്പത്ത്. രമാദേവിയെയാണ് ഇയാൾ വിവാഹം ചെയ്തത്. ഇവർക്ക് 2 കുട്ടികളുണ്ട്. സമ്പത്ത് മദ്യത്തിന് അടിമയായിരുന്നു. പലപ്പോഴും മദ്യപിച്ചെത്തി ഇയാൾ രമാദേവിയുമായി വഴക്കുണ്ടാക്കുമായിരുന്നു. രമാദേവി ഒരു ചായക്കട നടത്തുന്നുണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് 50-കാരനായ രാജയ്യയെ രമാദേവി ആദ്യമായി കാണുന്നത്. കാലക്രമേണ ഇരുവരും തമ്മിൽ പ്രണയത്തിലായി. പിന്നാലെയാണ് ഭർത്താവിനെ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ രമാദേവി ശ്രമിച്ചത്. അങ്ങനെ ഭർത്താവിനെ കൊല്ലാനുള്ള വഴികൾ രമാദേവി ഓൺലൈനിൽ തപ്പി. യൂട്യൂബ് വീഡിയോയിൽ നിന്നാണ് ചെവിയിൽ കീടനാശിനി ഒഴിച്ചു കൊലപ്പെടുത്തുന്നതിനെപ്പറ്റി രമാദേവി മനസ്സിലാക്കിയത്. ഇക്കാര്യം രമാദേവി രാജയ്യയുമായി പങ്കുവച്ചു. തുടർന്ന് രാജയ്യയുടെ സുഹൃത്ത് ശ്രീനിവാസുമായി ചേർന്ന് സമ്പത്തിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടു. കൊലപാതകത്തിന്റെ ദിവസം രാത്രി രാജയ്യയും ശ്രീനിവാസും സമ്പത്തിനെ ബൊമ്മയ്ക്കാരിലെ ഫ്ലൈഓവറിനടുത്തേക്ക് വിളിച്ചു വരുത്തി. അവിടെ വെച്ച് അദ്ദേഹത്തിന് മദ്യം വാഗ്ദാനം ചെയ്തു. മദ്യം പീച്ച സമ്പത്തിന് ബോധം നഷ്ടപ്പെട്ടു.
ഈ സമയം രാജീയ സമ്പത്തിന്റെ ചെവിയിൽ കീടനാശിനി ഒഴിച്ചു. അവിടെ വെച്ച് തന്നെ അദ്ദേഹം മരിച്ചു. പിന്നാലെ ഇക്കാര്യം രാജിയെ രമാദേവിയെ വിളിച്ചറിയിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ രമാദേവി പോലീസ് സ്റ്റേഷനിലെത്തി ഭർത്താവിനെ കാണാനില്ലെന്ന് പരാതി നൽകി. അന്വേഷണത്തിന് ശേഷം സമ്പത്തിന്റെ മൃതദേഹം പോലീസ് കണ്ടെത്തി. എന്നാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടെന്ന് രാജിയെയും രമാദേവിയും പോലീസിനോട് പറഞ്ഞു. ഇത് പോലീസിൽ സംശയമുണ്ടാക്കി. സമ്പത്തിന്റെ മകനും അച്ഛന്റെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് രംഗത്തെത്തി. പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് രാജിയെയും രമാദേവിയും ശ്രീനിവാസും അറസ്റ്റിലായത്. ഭാര്യ ദിനവും നേരത്തെ എഴുന്നേൽക്കുന്നതിൽ രാജിയ കവിഞ്ഞു തമാശ പറഞ്ഞു. ഓർമ്മയുറയ്ക്കും മുൻപേ കാണാമറയത്തായ പെറ്റമ്മയെ 40 പതിറ്റാണ്ടിനിപ്പുറം കണ്ടെത്തിയ മകൾ. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിനോട് ചേർന്ന് അന്നുണ്ടായിരുന്ന അനാഥാലയത്തിൽ നിന്ന് 42 വർഷം മുൻപ് ബെൽജിയം ദമ്പതികൾ ദത്തെടുത്ത നിഷയാണ് പെറ്റമ്മയെ തേടി കൊച്ചിയിലെത്തിയത് കഴിഞ്ഞ ദിവസം. മനോരമ ന്യൂസ് ചാനൽ നൽകിയ വാർത്തയെ തുടർന്ന് സാറാമ്മ എന്ന ആ അമ്മയെ നിഷ ഒടുവിൽ കണ്ടെത്തി. വാർത്തയിൽ നിന്ന് നിഷയെ തിരിച്ചറിഞ്ഞത് അർദ്ധ സഹോദരൻ ബിനോയ് ചാക്കോയാണ്. തൃശൂരിലെ ഒരു വയോജന കേന്ദ്രത്തിലായിരുന്നു ആ കണ്ടുമുട്ടൽ. 1983 മുളന്തുരുത്തിയിൽ നിന്ന് നിഷയെ ബന്ധുക്കൾ അനാഥാലയത്തിൽ എത്തിക്കുമ്പോൾ അന്നു താനും ഒപ്പമുണ്ടായിരുന്നുവെന്നും ബിനോയ് ഓർക്കുന്നു. 42 വർഷത്തിനിപ്പുറം അമ്മയെ അടുത്തറിഞ്ഞപ്പോൾ മനസ്സിൽ കോറിയിട്ടിരുന്ന ചോദ്യങ്ങളെല്ലാം മകൾ മായ്ച്ചു കളഞ്ഞ് കണ്ണെറിഞ്ഞ് കണ്ടു. അപ്പോഴും ഓർമ്മകളിലെവിടെയോ മകളെ തേടുകയായിരുന്നു സാറാമ്മ. ഭർത്താവ് യോസിനെയും മകൾ റായയെയും നിഷ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി. ബെൽജിയം ദമ്പതികളായ മാർട്ടീനിയും എരിക്കുമാണ് 1983 ഡിസംബർ 31 കുഞ്ഞിനെ ദത്തെടുത്തത്. 6 മാസം പ്രായമുള്ളപ്പോൾ കിട്ടിയ കുഞ്ഞിന് നിഷ എന്ന പേര് അന്ന് നൽകിയത് സിസ്റ്റർ തെരേസിറ്റയും സിസ്റ്റർ ബ്രിജിറ്റയുമായിരുന്നു. വളർത്തി വലുതാക്കിയ മാർട്ടീനി എറിക് എന്നിവരിൽ നിന്നാണ് കൊച്ചിയെക്കുറിച്ചും അവിടുത്തെ അനാഥാലയത്തെക്കുറിച്ചും നിഷ മനസ്സിലാക്കിയത്. ന്യൂഡൽഹി. തിരഞ്ഞെടുപ്പ് ഫലം ബിജെപിക്ക് അനുകൂലമാക്കാൻ വോട്ടുകൊള്ള നടത്തുന്നെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. രാഹുൽ ഗാന്ധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി വോട്ടിന്റെ പേരിൽ അവകാശവാദം ഉന്നയിക്കുകയാണെന്ന് രാജ്യസഭാ എം.പി. ജി.വി.എൽ. നരസിംഹ റാവു ആരോപിച്ചു. രാഹുൽ ഗാന്ധി സൗകര്യപ്രദമായി നുണകൾ പറയുകയാണെന്നും വസ്തുതകൾ വളച്ചൊടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന് അദ്ദേഹം മാപ്പ് പറയണമെന്നും നരസിംഹ റാവു പറഞ്ഞു. വോട്ട് മോഷണത്തെക്കുറിച്ച് പറയാനായി വസ്തുതകൾ വളച്ചൊടിച്ചും നുണകൾ പറഞ്ഞും രാഹുൽ ഗാന്ധി രാജ്യത്തെ ജനങ്ങളെയും മാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചു. ബാംഗ്ലൂരിലെ മഹാദേവപുരം മണ്ഡലം തിരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത മുഴുവനായി നഷ്ടപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മഹാദേവപുരത്ത് വ്യാജ വോട്ടർമാരുണ്ടെന്ന അദ്ദേഹത്തിന്റെ അവകാശവാദം തെറ്റാണ്. ഇതൊരു വഞ്ചനാപരമായ പ്രസ്താവനയാണ്. രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്നാണ് ഈ കണക്കുകൾ ലഭിച്ചത്? 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാദേവപുരം മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ എണ്ണം 6.59 ലക്ഷമായിരുന്നു. എന്നാൽ 2023 കോൺഗ്രസ് അധികാരത്തിൽ വന്ന സമയത്ത് ഇത് 6.07 ലക്ഷമായിരുന്നു. 8 മുതൽ 9% വരെയാണ് വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ വർധനവ്. അല്ലാതെ രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത് പോലെ 1 ലക്ഷത്തിൽ കൂടുതലല്ല, നരസിംഹ റാവു പറഞ്ഞു. രാഹുൽ ഗാന്ധി നിരുത്തരവാദപരമായി പെരുമാറിയെന്ന് ബി.ജെ.പി. എം.പി. ജഗദാംബിക പാലും ആരോപിച്ചു. എന്തുകൊണ്ടാണ് താൻ കണ്ടെത്തിയ തെളിവുകൾ അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറാത്തതെന്നും ജഗദാംബിക പാൽ ചോദിച്ചു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പിന്റെ നടത്തിപ്പിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്രിമം നടത്തുന്നെന്നാരോപിച്ച് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയത്. കിഴക്കൻ യുക്രൈനിലെ 2 പ്രവിശ്യകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുള്ള സമാധാന കരാർ യു.എസ്. പിന്തുണയോടെ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. വരുന്നയാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിയാഴ്ചയിൽ അന്തിമ ധാരണയാകുമെന്നും റിപ്പോർട്ട്. എന്നാൽ റിപ്പോർട്ട് വൈറ്റ് ഹൌസ് തള്ളി. 4 യുക്രൈൻ പ്രവിശ്യകളാണ് പുടിൻ ആവശ്യപ്പെടുന്നത്: ലുഹാൻസ്, ഡോണെറ്റ്സ്ക്, സപ്പോരിഷ്യ, ഖെർസൺ. ഇതിനു പുറമെ 2014 പിടിച്ചെടുത്ത ക്രിമിയയും. യുക്രൈന്റെ 5-1 വിട്ടുകൊടുത്തുള്ള കരാറിന് പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി തയ്യാറല്ല. ഈ സാഹചര്യത്തിൽ ഖെർസൺ, സപ്പോരിഷ്യ എന്നീ പ്രവിശ്യകളിൽ നിന്നും റഷ്യ സൈന്യത്തെ പിൻവലിച്ച് ധാരണയ്ക്ക് ശ്രമിക്കുമെന്നാണ് റിപ്പോർട്ട്. റഷ്യ പുടിൻ കൂടാഴ്ച കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിച്ചത്. തീയതിയും സ്ഥലവും വെളിപ്പെടുത്തിയിട്ടില്ല. ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളിൽ 42 പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു. ഇതിൽ 12 പേർ ഇസ്രായേൽ കരാറുകാരായ GHFന്റെ ഭക്ഷണ കേന്ദ്രങ്ങളിലെ വെടിവയ്പ്പുകളിലാണ്. GHF സഹായ വിതരണമല്ല, കൂട്ടക്കൊലയ്ക്ക് കളമൊരുക്കുകയാണെന്ന് ഫ്രഞ്ച് വൈദ്യസഹായ സംഘടനയായ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് MSF കുറ്റപ്പെടുത്തി. തെക്കൻ ഗാസയിലെ GHFന്റെ 2 വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപമാണ് MSFന്റെ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ജൂണിനും ജൂലൈക്കും ഇടയിൽ വെടിവയ്പ്പുകളിൽ പരിക്കേറ്റ 41 കുട്ടികളടക്കം 1300 പേരെ ചികിത്സിച്ചതായി ഫ്രഞ്ച് സന്നദ്ധ സംഘടനയുടെ റിപ്പോർട്ട് വ്യക്തമാക്കി. പാലാ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. പാലാ തൊടുപുഴ ഹൈവേയിൽ മുണ്ടാങ്കൽ പള്ളിക്ക് സമീപമുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അന്നമോൾ 11 മരിച്ചത്. അല്ലപ്പാറ പാലക്കുഴക്കുന്നിൽ സുനിലിന്റെ മകളാണിത്. ചേർപ്പുങ്കൽ മെഡിസിറ്റിയിൽ ചികിത്സയിലായിരുന്നു. പാലാ സെന്റ് മേരീസ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അധ്യാപക പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥി നെടുങ്കണ്ടം സ്വദേശി ചന്തു സ്ത്രിജിയോടിച്ച കാർ നിയന്ത്രണം വിട്ട 2 സ്കൂട്ടറുകളിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്.
അപകടത്തിൽ മേലുകാവുമറ്റം നെല്ലൻകുഴിയിൽ NK സന്തോഷിന്റെ ഭാര്യ ധന്യ സന്തോഷ് 38, അന്നമോളുടെ അമ്മ ജോമോൾ സുനിൽ 15 എന്നിവർ സംഭവസ്ഥലത്ത് വെച്ച് മരിച്ചിരുന്നു. ജോമോൾ മകളുമായി സ്കൂട്ടറിൽ പാലയിലുള്ള സ്കൂളിലേക്ക് വരികയായിരുന്നു. മറ്റൊരു സ്കൂട്ടറിൽ ധന്യ ഭാഗത്തേക്ക് വരികയായിരുന്നു. എതിർദിശയിൽ നിന്ന് അമിതവേഗത്തിൽ വന്ന കാർ 2 സ്കൂട്ടറുകളെയും ഇടിച്ചു തെറിപ്പിച്ചു. അന്നമോളുടെ സംസ്കാരം പിന്നീട്. അപകടത്തിൽ മരിച്ച അന്നമോളുടെ കണ്ണുകൾ 2 പേർക്ക് വെളിച്ചം നൽകും. മരണം സ്ഥിരീകരിച്ചതോടെ കണ്ണുകൾ ദാനം ചെയ്യാൻ പിതാവ് സുനിലും ബന്ധുക്കളും തീരുമാനിച്ചു. വസ്ത്രത്തിന്റെ പേരിൽ ഡൽഹിയിലെ ഒരു റെസ്റ്റോറന്റിൽ ദമ്പതികൾക്ക് പ്രവേശനം നിഷേധിച്ചതായി പരാതി. ഡൽഹിയിലെ പിത്തംപുരയിലാണ് അപകടം. സംഭവം സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. ചവറ് വികൃതി കാട്ടിയതിന് 3ാം ക്ലാസ്സുകാരനെ ഇസ്തിരിപ്പെട്ടികൊണ്ട് പൊള്ളലേൽപ്പിച്ച രണ്ടാനച്ഛൻ അറസ്റ്റിൽ. തേവലക്കര പാലക്കൽ സ്വദേശി കൊച്ചനിയനെയാണ് 39-നെയാണ് ചവറ തെക്കുംഭാഗം പോലീസ് അറസ്റ്റ് ചെയ്തത്. ആയുധം വെച്ച് ഉപദ്രവിക്കൽ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ്. കുട്ടിയുടെ സംരക്ഷണം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു. ഓഗസ്റ്റ് 6 രാത്രി തെക്കുംഭാഗത്ത് ഇവർ താമസിക്കുന്ന വാടക വീട്ടിൽ വെച്ചായിരുന്നു രണ്ടാനച്ഛന്റെ ക്രൂരത. മൊബൈൽ ഫോൺ ചാർജറിന്റെ വയർ കൊണ്ട് അടിച്ച ശേഷം ഇസ്തിരിപ്പെട്ടി ചൂടാക്കി ഇടതുകാലിന്റെ മുട്ടിന് താഴെ പൊള്ളലേൽപ്പിക്കുകയായിരുന്നു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഫെസിലിറ്റേറ്റർ വിവരം ചൈൽഡ് ലൈനിൽ നൽകുകയും അവർ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് കുട്ടിയെ സ്റ്റേഷനിലെത്തിച്ചു മൊഴി രേഖപ്പെടുത്തി രണ്ടാനച്ഛനെതിരെ കേസെടുത്തു. ഇയാൾ നേരത്തെ കത്തി ചൂടാക്കി പൊള്ളിച്ചിട്ടുണ്ടെന്നും കുട്ടി പോലീസിനോട് പറഞ്ഞു. തുടർന്ന് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പൊള്ളലേറ്റ കുട്ടിയെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകാൻ പോലും ഇയാൾ തയ്യാറായിരുന്നില്ല. കുട്ടിയുടെ അമ്മ 3 മാസം മുൻപാണ് വിദേശത്തേക്ക് പോയത്. മുത്തശ്ശിക്കും രണ്ടാനച്ഛനുമൊപ്പമാണ് കുട്ടി താമസിക്കുന്നത്. കൊച്ചനിയന്റെ 6 വയസ്സും 2.5 വയസ്സുമുള്ള മറ്റു 2 കുട്ടികളും ഇവർക്കൊപ്പമാണ് താമസം. വംശീയാധിക്ഷേപം എന്ന വാക്ക് ആ 6 വയസ്സുകാരിക്ക് എളുപ്പം വഴങ്ങുന്നതല്ല. പക്ഷേ ആ അനുഭവം എത്രമാത്രം ഭയാനകമാണെന്നും അത് എത്രമേൽ നോവിക്കുമെന്നും അവൾക്കിപ്പോൾ നന്നായി അറിയാം. അയർലൻഡിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റായ കോട്ടയം സ്വദേശി KS നവീൻ വീട്ടുമുറ്റത്ത് കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന മകൾക്കു നേരെയുണ്ടായ വംശീയാക്രമണത്തെപ്പറ്റി ഓൺമനോരമയോട് പറയുമ്പോൾ തൊട്ടടുത്ത് കേൾവിക്കാരിയായി അവളുമുണ്ടായിരുന്നു. താൻ ഭയന്നുപോയതിനെപ്പറ്റി ഇടയ്ക്ക് പറയുമ്പോൾ നവീൻ നിശബ്ദനായി കേട്ടിരുന്നു. പിന്നെ സാരമില്ല എന്ന് പറഞ്ഞ് മകളെ ആശ്വസിപ്പിച്ചു. അയർലൻഡിലെ വാട്ടർഫോർഡിൽ താമസിക്കുന്ന കോട്ടയം വെച്ചൂർ സ്വദേശി നവീനും ഭാര്യ അനുപ അച്യുതനും മകളെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനും സന്തോഷിപ്പിക്കാനും കഴിയുന്നത് ശ്രമിക്കുന്നുണ്ട്. ആക്രമണക്കേസ് അന്വേഷിക്കുന്ന പോലീസുമായി നിരന്തരം ബന്ധപ്പെടുന്നുമുണ്ട്. തിങ്കളാഴ്ച നവീന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അതിനിടെയാണ് അനുപയുടെ കോൾ വന്നത്. അവരുടെ ശബ്ദം ഭയവും സങ്കടവും കൊണ്ട് വിറച്ചിരുന്നു. വീടിനുള്ളിലായിരുന്ന അനുപയുടെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടിവരികയായിരുന്നു മകൾ. അല്പനേരം മുൻപ് വരെ കൂട്ടുകാർക്കൊപ്പം വീടിനു മുന്നിൽ സ്കേറ്റ് ബോർഡിൽ കളിക്കുകയും സൈക്കിൾ ചവിട്ടുകയുമായിരുന്നു അവൾ. ഐരിഷുകാരും മലയാളി കുട്ടികളും ഉൾപ്പെടുന്ന 4 പേരാണ് നിയയുടെ അടുത്ത കൂട്ടുകാർ. എല്ലാവരും അയൽപ്പക്കക്കാരുമാണ്. കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ട് അനുപ വാതിൽപ്പടിയിൽ തന്നെ ഉണ്ടായിരുന്നു. 10 മാസം പ്രായമുള്ള ഇളയ കുഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ അവർ വീട്ടിനുള്ളിലേക്ക് പോയി. അപ്പോഴാണ് നിയ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി വന്നത്. അവളുടെ ഭയവും സങ്കടവും കണ്ടപ്പോൾ അനുപയും ഭയന്നുപോയി. നിയയ്ക്കൊപ്പം കളിച്ചിരുന്ന അയൽപ്പക്കത്തെ ഐറിഷ് പെൺകുട്ടിയാണ് സംഭവിച്ചതെന്താണെന്ന് അനുപയോട് പറഞ്ഞത്. ഐറിഷ്കാരായ 4 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും സൈക്കിളിൽ അതുവഴി വന്നു. അവർ നിയയ്ക്കുനേരെ അതിവേഗം സൈക്കിളോടിച്ച് അവളെ ഇടിച്ചു വീഴ്ത്തുമെന്ന മട്ടിൽ ഭയപ്പെടുത്തി. അവളുടെ മുഖത്ത് ഇടിക്കുകയും കഴുത്തിൽ പിടിച്ച് അമർത്തുകയും ചെയ്തു. വൃത്തികെട്ട ഇന്ത്യക്കാരി തിരിച്ചു പോകുമെന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ആക്രമം. കുട്ടികൾ ഭയന്നുപോയി, നവീൻ പറഞ്ഞു. ഞങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. അവർ വന്ന് കുട്ടികളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. മകളെ ഉപദ്രവിച്ച കുട്ടികളെ ഞങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. നിയയെ ഉപദ്രവിച്ച ശേഷവും അവർ അവിടെ തന്നെ ചുറ്റിത്തിരിയുകയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ വാതിൽക്കൽ വരെ വരികയും ചെയ്തു. പോലീസ് അവരുടെ രക്ഷിതാക്കളോട് സംസാരിക്കുമെങ്കിലുമെന്ന് ഞങ്ങൾ കരുതിയെങ്കിലും അതുണ്ടായില്ല, നവീൻ പറഞ്ഞു. 7 വർഷം മുൻപാണ് നവീനും അനുപയും അയർലൻഡിലെത്തിയത്. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി സ്വദേശിയായ അനുപ വാട്ടർഫോർഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ നഴ്സാണ്. അയർലൻഡ് പൗരത്വവുമുണ്ട്. ഈ വർഷമാണ് വാട്ടർഫോർഡിൽ വീട് വാങ്ങിയത്. കഴിഞ്ഞ 6 വർഷമായി ഞങ്ങളിവിടെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഇങ്ങനെയൊരു ദുരനുഭവം ആദ്യമാണ്. മകളുടെ ശരീരഭാഗങ്ങളിൽ ഇപ്പോഴും വേദനയുണ്ട്. വലത്തെ കവിളിൽ നീർക്കെട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി അവൾ ഉറക്കിൽ നിന്ന് ഭയന്ന് ഞെട്ടിയുണർന്നു. ബാഡ് ബോയ്സ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവളെ സമാധാനിപ്പിക്കാൻ ഏറെ പണിപ്പെടേണ്ടി വന്നു, നവീൻ പറയുന്നു.
സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും കേസെടുത്ത ഉദ്യോഗസ്ഥൻ ലീവിലാണെന്ന് നവീനും അനുഭവം പറഞ്ഞു. ഐറിഷ് നാഷണൽ പോലീസായ ഗാർഡ ഷിഹോനയിലെ ഉദ്യോഗസ്ഥരെ ഓൺമനോരമ ബന്ധപ്പെട്ടപ്പോൾ അന്വേഷണം നടക്കുകയാണ് എന്നായിരുന്നു മറുപടി. ആക്രമണത്തിനിരയായ പെൺകുട്ടിക്ക് 6 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നതിനാൽ അവളുടെ ശരീരത്തിലെ മുറിവുകളെപ്പറ്റി വെളിപ്പെടുത്താനാവില്ല എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിയക്കെതിരെ ഉണ്ടായ വംശീയാധിക്ഷേപത്തിൽ അയർലൻഡിലെ മലയാളി സമൂഹം ആശങ്കയിലാണ്. ഞങ്ങൾ കഴിഞ്ഞ 20 വർഷമായി ഇവിടെ ജീവിക്കുന്നവരാണ്. ഇത്തരം സംഭവങ്ങൾ ഞെട്ടിക്കുന്നു. പോലീസുമായും ചുമതലപ്പെട്ട മന്ത്രാലയവുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. സമാധാനപൂർവ്വം ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണമെന്ന് അയർലൻഡിലെ മലയാളി കൾച്ചറൽ അസോസിയേഷന്റെ ഭാരവാഹി രാജൻ ദേവസ്യ പറഞ്ഞു. ചങ്ങനാശ്ശേരി സ്വദേശിയായ രാജൻ അയർലൻഡിലെ ആരോഗ്യവകുപ്പിൽ നിന്ന് വിരമിച്ച് അവിടെ തന്നെ സ്ഥിരതാമസമാക്കിയതാണ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ അയർലൻഡ് ഇന്ത്യക്കാർക്ക് നേരെ വംശീയാധിക്ഷേപമുണ്ടാകുന്ന 3ാമത്തെ സംഭവമാണിത്. ഡബ്ലിനിൽ ഡാറ്റാ സയന്റിസ്റ്റായ സന്തോഷ് യാദവ് കഴിഞ്ഞ മാസം 27-ന് സുഹൃത്തിനൊപ്പം അത്താഴം കഴിച്ച ശേഷം വീട്ടിലേക്ക് നടക്കുന്നതിനിടെ 6 കൗമാരക്കാർ ആക്രമിച്ചിരുന്നു. ഇന്ത്യക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെ 2 യാത്രക്കാർ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഭവമുണ്ടായി. കേസുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് നവീൻ പറഞ്ഞു. ഇത് വിട്ടുകളയാനാവില്ല. ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ ജനിച്ചു വളർന്നവരാണ്. ഞങ്ങൾക്കിവിടെ സമാധാനത്തോടെ ജീവിക്കണം. ഇത്തരം അനുഭവം മറ്റാർക്കും ഉണ്ടാകരുത് എന്നും. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിൽ ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട് ജീവനക്കാരികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. ജീവനക്കാരികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര പരാതി സമിതി രൂപീകരിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തെന്ന് ഡയറക്ടറുടെ ഉത്തരവിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 4-നാണ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. പരാതികളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ 27-ന് ഉദ്യോഗസ്ഥനെ തലസ്ഥാനത്ത് നിന്നും ഒഴിവാക്കി ഡയറക്ടർ ഉത്തരവിറക്കിയിരുന്നു. ആഭ്യന്തര സമിതി അന്വേഷണം നടത്തുകയാണെന്നും അതിനുശേഷം മാത്രമേ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം നടപടി സസ്പെൻഷനിൽ ഒതുക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് പരാതിക്കാർ ആക്ഷേപമുന്നയിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാർത്താസമ്മേളനത്തിന് പിന്നാലെ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തുവെന്ന ആരോപണം നിഷേധിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക പിൻവലിച്ചുവെന്ന പ്രചരണം തെറ്റാണെന്നും എല്ലാ വോട്ടർ പട്ടികകളും പൊതുജനങ്ങൾക്ക് ലഭ്യമാകുമെന്നും കമ്മീഷൻ അറിയിച്ചു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോറി അഥവാ വോട്ട് മോഷ്ടിക്കൽ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് സമൂഹമാധ്യമങ്ങളിൽ വോട്ടർ പട്ടിക നീക്കം ചെയ്തുവെന്ന പ്രചരണം സമൂഹമാധ്യമങ്ങളിൽ വ്യാപിച്ചത്. വെബ്സൈറ്റ് തകരാറിലായെന്നും വോട്ടർ ഡേറ്റ ഇല്ലാതാക്കിയെന്നുമുള്ള വാദങ്ങളും കമ്മീഷൻ തള്ളി. വോട്ടർ പട്ടിക പൊതുജനങ്ങൾക്ക് സൈറ്റിലൂടെ പരിശോധിക്കാവുന്നതാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. വെബ്സൈറ്റിൽ നിന്നും വോട്ടർ പട്ടിക ഒറ്റ രാത്രി കൊണ്ട് നീക്കം ചെയ്തുവെന്ന് അവകാശപ്പെടുന്ന എക്സ് അക്കൗണ്ട് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വോട്ടർ പട്ടിക www.voters.eci.gov.in/download-erol എന്ന സൈറ്റിലൂടെ പരിശോധിക്കാവുന്നതാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. കോഴിക്കോട് പേരാമ്പ്രയിലെ വയോധയുടെ മരണത്തിൽ മകനെ അറസ്റ്റ് ചെയ്തു പോലീസ്. കൂത്താളി തൈപ്പറമ്പിൽ പത്മാവതി 65-യുടെ മരണത്തിൽ മകൻ ലിനീഷ് 47-ൽ അറസ്റ്റിലായി. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. വീടിനകത്ത് വീണ് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ പത്മാവതിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മകൻ ലിനീഷ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തി. സ്വത്തുതർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. വീണു പരിക്കുപറ്റിയ നിലയിലാണെന്ന് മകൻ ലിനീഷ് നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്നാണ് പത്മാവതിയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. പത്മാവതിയുടെ മുഖത്തും തലയിലും പരിക്കു കണ്ടതോടെ ആശുപത്രി അധികൃതർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയർന്നതോടെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടത്തി. മദ്യലഹരിയിലെത്തുന്ന ഇളയ മകൻ ലിനീഷ് പത്മാവതിയെ നിരന്തരം ദേഹോപദ്രവിക്കാറുണ്ടെന്ന് നാട്ടുകാർ പോലീസിനെ അറിയിച്ചിരുന്നു. സംസ്കാരം കഴിഞ്ഞ ശേഷം ലിനീഷിനെ ചോദ്യം ചെയ്ത പോലീസ് പിന്നീട് ഇയാളെ വിട്ടയച്ചിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തലയ്ക്ക് പിറകിലേറ്റ മാരകമായ പരിക്കാണ് മരണകാരണമെന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ ലിനീഷ് വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. പല ദിവസങ്ങളിലും അടുത്ത വീട്ടിലായിരുന്നു പത്മാവതി ഉറങ്ങിയിരുന്നത്. മദ്യപിച്ചെത്തുന്ന മകൻ ലിനീഷ് ഇവരെ ആക്രമിച്ചും വീട്ടിൽ നിന്ന് പുറത്താക്കി വാതിലടയ്ക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. പിതാവ് സൈന്യത്തിലായതിനാൽ ലഭിച്ചിരുന്ന പെൻഷനും സ്വത്തിനും വേണ്ടിയുള്ള പിടിവാശിയായിരുന്നു പ്രശ്നങ്ങൾക്ക്. അമ്മ സഹോദരന് പണം മുഴുവൻ നൽകുകയാണെന്ന് ലിനീഷ് ആരോപിച്ചിരുന്നു. ഇതിന്റെ പേരിലും മർദ്ദനം നടന്നിരുന്നു. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെ പത്മാവതിയുടെ മാല അഴിച്ചു വാങ്ങിയ ലിനീഷ് പത്മാവതിയെ മാല കൊണ്ട് അടിക്കുകയായിരുന്നു. അടിയുടെ ശക്തിയിൽ പത്മാവതിക്ക് മുഖത്ത് പരിക്കുപറ്റി. പിന്നീട് തല പിടിച്ച് കാൽമുട്ടുകൊണ്ട് നെറ്റിയിലും അടിവയറ്റിലും തൊഴുകയായിരുന്നു. മുട്ടുകൊണ്ട് വയറിന്റെ മുകൾ ഭാഗത്തേറ്റ വാരിയലുകൾ പൊട്ടിയത്. വോളിബോൾ കളിക്കാരനായ ലിനീഷിന്റെ കൈകളുടെ ശക്തിയാണ് അമ്മ പെട്ടെന്ന് അവശയാകാനും മരിക്കാനും കാരണമെന്ന് പോലീസ് പറഞ്ഞു. തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഒഡീഷയിൽ മലയാളികളായ കത്തോലിക്ക പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച സംഭവത്തെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
മതപരിവർത്തനം നടത്തിയെന്ന വ്യാജാരോപണം ഉന്നയിച്ചാണ് സംഘപരിവാർ ഗുണ്ടകൾ പുരോഹിതരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ചതെന്നും രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ വേട്ടയാടലിന്റെ പ്രതിഫലനമാണ് ആക്രമണമെന്നും മുഖ്യമന്ത്രി എക്സിൽ കുറിച്ചു. ഒഡീഷയിലെ ജലേശ്വരിൽ കേരളീയ കത്തോലിക്ക പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും മതപരിവർത്തനം നടത്തിയെന്ന വ്യാജാരോപണം ഉന്നയിച്ച് സംഘപരിവാർ ഗുണ്ടകൾ ആക്രമിച്ചുവെന്ന റിപ്പോർട്ടുകൾ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ വേട്ടയാടലിന്റെ പ്രതിഫലനമാണ്. ആഴ്ചകൾക്ക് മുൻപ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ഇതിന് ഉദാഹരണമാണ്. ഭരണകൂടത്തിന്റെ ശിക്ഷ ഇളവുമൂലം സാധ്യമായ അത്തരം ഹിന്ദുത്വ അതിക്രമത്തെ മതേതര ജനാധിപത്യ ശക്തികൾ ഒറ്റക്കെട്ടായി ചെറുക്കണം, മുഖ്യമന്ത്രി വ്യക്തമാക്കി. പത്തനംതിട്ട നൂറനാട് ആദിക്കാട്ടുകുളങ്ങരയിൽ 4ാം ക്ലാസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച പിതാവും രണ്ടാനമ്മയും പിടിയിൽ. രണ്ടാനമ്മ ഷെബീനയും പിതാവ് അൻസറുമാണ് പിടിയിലായത്. അൻസറിനെ പത്തനംതിട്ട കടമാംകുളത്ത് നിന്നും ഷഫീനയെ കൊല്ലം ചക്കുവള്ളിയിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു. പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ഇടപെട്ട ബാലാവകാശ കമ്മീഷൻ ജില്ലാ ശിശുക്ഷേമ ഓഫീസറോടും നൂറനാട് SHOയോടും അന്വേഷണ റിപ്പോർട്ട് തേടിയിരുന്നു. കുട്ടിക്ക് കൗൺസിലിംഗ് സേവനം ഉറപ്പുവരുത്താൻ ജില്ലാ ശിശുക്ഷേമ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ അസ്വസ്ഥത ശ്രദ്ധയിൽപ്പെട്ട് അത് ചോദിച്ചപ്പോൾ കുട്ടി മർദ്ദന വിവരം തുറന്നു പറയുകയായിരുന്നു. മർദ്ദനത്തിന്റെ കഥ കേട്ട അധ്യാപികയാണ് പ്രധാന അധ്യാപകനെ വിവരമറിയിച്ചത്. സ്കൂൾ ലീഡറായ പെൺകുട്ടി രാവിലെ നടന്ന ചടങ്ങിൽ പ്രസംഗിക്കുമ്പോഴാണ് അധ്യാപകരും PTA ഭാരവാഹികളും കവിളിൽ അടിയേറ്റ പാടുകൾ കണ്ടത്. തുടർന്നാണ് കുറിപ്പ് കണ്ടതും പോലീസിൽ വിവരമറിയിച്ചതും. ഇന്ത്യയും US-ഉം തമ്മിലുള്ള താരിഫ് യുദ്ധം കൂടുതൽ കടുക്കുന്നു. US-ഉമായുള്ള പ്രതിരോധ ഇടപാടുകൾ താൽക്കാലികമായി ഇന്ത്യ നിർത്തിവെക്കുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. US-ൽ നിന്ന് യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, ബോയിംഗ് വിമാനങ്ങൾ എന്നിവ വാങ്ങുന്നതിനുള്ള ചർച്ചകളാണ് ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചത്. താരിഫിലും ഉഭയകക്ഷി ബന്ധത്തിലും വ്യക്തത ലഭിച്ചു കഴിഞ്ഞാൽ പ്രതിരോധ കരാറുകളുമായി മുന്നോട്ടു പോകാമെന്നാണ് ഇന്ത്യയുടെ തീരുമാനം. അതേസമയം US-ഉമായുള്ള പ്രതിരോധ ചർച്ചകൾ നിർത്തിവെച്ചെന്ന തരത്തിൽ വന്ന വാർത്തകൾ തെറ്റാണെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വാർത്തകൾ കെട്ടിച്ചമച്ചതാണെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. US-ൽ നിന്ന് ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങുന്നതിനുള്ള പദ്ധതി ഇന്ത്യ നിർത്തിവെച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം.